എടി ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിനക്ക് ഇന്നത്തെ പ്രത്യേകതയെ പറ്റി അറിയോ? ഇന്നെന്താ, ഇന്ന് ഞായറാഴ്ചയല്ലേ? അതിനെന്താ ഇത്ര പ്രത്യേകത? ഇന്ന് ഞായറാഴ്ച മാത്രമല്ല, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളും കൂടിയാ. ഓ, അത് ഇന്നായിരുന്നോ? ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഒരു ദൈവത്തിലാണോ അതോ മൂന്ന് ദൈവത്തിലാണോ വിശ്വസിക്കണേ? നമ്മൾ ഒരു ദൈവത്തിൽ തന്നെയാ വിശ്വസിക്കണേ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഏകാന്തതയല്ല, ദൈവം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ ഒരു കൂടിക്കാഴ്ചയാണ്. പിന്നെ മതബോധന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നത് മൂന്ന് ദൈവങ്ങളെയല്ല, മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുന്ന ഒരൊറ്റ സത്യയാണ്. അപ്പൊ ഈ ബൈബിളിലൊന്നും ഇതിനെപ്പറ്റി പറയണില്ലേ? ബൈബിളിലും ഇതിനെപ്പറ്റി കുറെ പറയുന്നുണ്ട്. യോഹന്നാന്റെ പുസ്തകം 10 അധ്യായത്തില് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനും പിതാവും ഒന്നാണെന്ന്. പിന്നെ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിനെയാണ് എന്നിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓ, അപ്പൊ അതുകൊണ്ടാണല്ലേ എല്ലാ പ്രാർത്ഥനയും നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയണേ? അതുകൊണ്ട് തന്നെയാ. പിന്നീടല്ലോ, ഈ ത്രിത്വത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അത് വലിയൊരു രഹസ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കണം. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു.